അപ്പോൾ ഈ ഒരു സർവീസ് നമ്മുടെ ഡോക്ടേഴ്സിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം? ഇത് ഡോക്ടേഴ്സിനാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ആൾക്കാരെല്ലാം ഓൺലൈൻ കൺസൾട്ടേഷനൊക്കെ കുറേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ വരുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് കൺസൾട്ടേഷൻ നടക്കും. കൺസൾട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഏതെങ്കിലും പ്ലാറ്റ്ഫോം, നമുക്ക് തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഫാർമാഷ് കണക്ട് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ത്രൂ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് സൂം വഴിയിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് കോൾ വഴിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാൻ പറ്റും. കൺസൾട്ടേഷൻ ചെയ്തിട്ട് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മെഡിസിൻസ് പ്രിസ്ക്രിപ്ഷൻ എല്ലാം ചെയ്തിട്ടുണ്ടാവും. ഒന്നെന്ന് വെച്ചാൽ പ്രിസ്ക്രിപ്ഷൻ പേഷ്യൻ്റ് ഇപ്പോൾ വേറെ ഏത് കൺട്രിയിൽ ഇപ്പോൾ US പേഷ്യൻ്റ് ആണെങ്കിൽ അവിടെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കത്തുള്ളൂ. അവരെ പോയി എന്ത് ചെയ്യുക, എവിടെന്നെങ്കിലും പ്രൊക്യൂർ ചെയ്യുക, കളക്ട് ചെയ്യുക, അങ്ങനെയുള്ള മാർഗ്ഗമുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ഡോക്ടറിന് തന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ അത് നമുക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ഷെയർ ചെയ്തെന്ന് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതെല്ലാം കൊട്ടേഷൻ എല്ലാം കൊടുത്ത് എന്ത് ചെയ്യാം, അവരെ പേയ്മെൻറ്റ് അയച്ചു തരുമ്പോൾ നമ്മൾ പ്രൊക്യൂർ ചെയ്തിട്ട് നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു കംപ്ലീറ്റ് പ്രോസസ്സിലോട്ട് പോകും. അല്ലെങ്കിൽ അവിടെ സ്റ്റക്കായി നിൽക്കും. ഓൺലൈൻ കൺസൾട്ടേഷൻ അവിടെ ഒരു സ്റ്റക്കായി. അപ്പോൾ നമുക്ക് ഈ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സിനൊക്കെ കുറച്ചുകൂടെ നമുക്ക് അവർക്കും കൂടെ കുറച്ച് ഒരു സപ്പോർട്ടീവായിട്ട് നമുക്ക് ഈ സർവീസ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ചില ഇപ്പോൾ റിസോർട്ട്സ് ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിൽ അവർ പേഷ്യൻസൊക്കെ ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോകുമല്ലോ. അപ്പോൾ അവരിവിടെ നിന്ന് എനിക്ക് തോന്നുന്നു പോകുമ്പോൾ കുറച്ച് മെഡിസിൻസേ എടുത്തിട്ട് പോകുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഫോളോ അപ്പ് മെഡിസിൻസ് ഒക്കെ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ നമുക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഡോക്ടേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഡോക്ടേഴ്സും ഹോസ്പിറ്റൽസൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ 8 ഇയേഴ്സായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളൊരു 40,000+ ഷിപ്മെൻറ്റ് നമുക്ക് പല കൺട്രീസിലോട്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്.